എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉച്ചക്കത്തേക്കുള്ള കറിയാണ് വെക്കുന്നത്. അത് പരിപ്പും തക്കാളിയാണ് വെക്കുന്നത്. അപ്പോൾ പരിപ്പ് ഒരു ചെറിയ ഗ്ലാസ് പരിപ്പ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 തക്കാളി, ഒരു പകുതി സബോള, 2 പച്ചമുളക്, കറിവേപ്പില അത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ 1/2 ടീസ്പൂൺ മുളകും പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി നമ്മളത് വേവാനുള്ള വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തു, പരിപ്പും തക്കാളിയും വെന്ത് വരാനായിട്ട്. ഇനി നമ്മളിതിലേക്ക് ഒത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പരിപ്പ് പൊന്തി പോവാണ്ടിരിക്കാനായിട്ട് കുറച്ച് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പരിപ്പ് വെന്ത് തൂളിപ്പോകില്ല. ഇത് നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മളുടെ പരിപ്പ് തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് തേങ്ങാപ്പാലാണ്. ഞാനെപ്പോഴും പരിപ്പ് പടവലങ്ങ, പരിപ്പ് തക്കാളി, പരിപ്പ് വെള്ളരിക്ക, പരിപ്പ് കുമ്പളങ്ങ അങ്ങനെയൊക്കെ വയ്ക്കുമ്പോൾ ഞാൻ നാളികേരത്തിൻ്റെ പാലാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എന്നോട് എല്ലാവരും പറയും, എൻ്റെ വീട്ടിലുള്ളവരൊക്കെ പറയും നാളികേരം അരച്ച് ചേർത്താൽ പോരെ, അതല്ല നല്ല. പക്ഷേ എനിക്ക് അതിനെക്കാട്ടൊക്കെ ഇഷ്ടം ഇതാണ്. ഇതിനൊരു പ്രത്യേക രുചി കിട്ടും. അപ്പം നമുക്കതിലേക്ക് നാളികേരത്തിൻ്റെ പാല് ചേർക്കാം. അപ്പോൾ ഒരു വലിയ മുറി നാളികേരത്തിൻ്റെ പാലാണ്. അതിൻ്റെ 1-ാം പാലും 2-ാം പാലും കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുത്താണ്. അത് 1-ാം പാലും 2-ാം പാലും ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇതൊന്നൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കടുക് താളിച്ച് ഒഴിക്കാം. അപ്പം നമ്മളെ കറി നല്ലോണം വെട്ടി തിളച്ച് വരുന്നുണ്ട്. കണ്ടോ, നല്ലോണം വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് 1 മിനിറ്റ് നേരം ഒന്ന് തിളക്കട്ടെ. അപ്പോൾ എന്നിട്ട് നമുക്കതിലേക്ക് കടുക് താളിച്ചിട്ട് ഒഴിക്കാം. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട്. ഉപ്പും പുളിയൊക്കെ, തക്കാളിയുടെ പുളിയുണ്ട്. പിന്നെ നമ്മൾ ലേശം പുളി ആവശ്യക്കാർക്ക് ചേർക്കാം. ഇതിപ്പോൾ തക്കാളിയുടെ പുളി കറക്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചിട്ട് ഒഴിക്കാം. അപ്പോൾ നമ്മൾ കടുക് താളിച്ചു. ഇനി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കറിയിലേക്ക്. അങ്ങനെ നമ്മൾ കടുക് താളിച്ചത് ഒഴിച്ചു കൊടുത്തു. കടുക്, വെളിച്ചെണ്ണ മൂത്തപ്പോൾ കടുക്, ഉലുവ, മറ്റമുളക്, കറിവേപ്പില പിന്നെ ഞാൻ അതിലിട്ടുമ്പോൾ കറി വേവിക്കുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ നല്ല രുചിയുള്ള പരിപ്പും തക്കാളിയും കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. നാളികേരം അരച്ച് ചേർക്കുന്നതിൻ്റെ പകരം നാളികേരപ്പാൽ ചേർത്ത് നോക്കണം. നല്ല രുചിയുള്ള കറി കിട്ടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.